ഗുരു പഠിപ്പിച്ച പാഠം. ശ്രീബുദ്ധൻ ഒരിക്കൽ തന്റെ ശിഷ്യന്മാരോടൊപ്പം ബീഹാറിലെ ഒരു ഗ്രാമത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. ഒരു ദിവസം രാവിലെ ശിഷ്യന്മാരിലൊരാൾ ഓടിക്കിതച്ച് ശ്രീബുദ്ധന്റെ സമീപത്തെത്തി. എന്താ, എന്തുപറ്റി? നിന്റെ മുഖം വല്ലാതെ വാടിയിരിക്കുന്നല്ലോ. ശ്രീബുദ്ധൻ അന്വേഷിച്ചു. ഗുരു, അക്കാണുന്ന മരത്തിന്റെ ചുവട്ടിൽ ഒരു യാചകൻ ഇരിപ്പുണ്ട്. ശിഷ്യൻ അങ്ങോട്ട് വിരൽ ചൂണ്ടിക്കാണിച്ചു. ഒരു പാവമാണല്ലോ എന്ന് കരുതി ഞാൻ അയാൾക്ക് നല്ല ധർമ്മങ്ങൾ പലതും ഉപദേശിച്ചു കൊടുത്തു. കൊള്ളാം. എന്നിട്ട് എന്തുണ്ടായി? ശ്രീബുദ്ധൻ ശിഷ്യന്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ പറഞ്ഞതൊന്നും അയാൾ ഗൗനിക്കുന്നതേയില്ല. ശിഷ്യൻ സങ്കടപ്പെട്ടു. ഇതുകേട്ട ശ്രീബുദ്ധൻ ആ യാചകന്റെ അടുത്തേക്ക് ചെന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ ആ സാധു മനുഷ്യന്റെ ദയനീയ സ്ഥിതി അദ്ദേഹത്തിന് മനസ്സിലായി. അയാളുടെ ഒട്ടിയ വയറും കുഴിഞ്ഞ കണ്ണുകളും കണ്ട് ശ്രീബുദ്ധൻ ദുഃഖിതനായി. അയാൾക്ക് വയറു നിറയെ ആഹാരം കൊടുക്കാൻ ശ്രീബുദ്ധൻ ശിഷ്യന്മാരോട് പറഞ്ഞു. ശിഷ്യന്മാർ ഉടനെ അയാൾക്ക് ഭക്ഷണം വിളമ്പി. അയാൾ ഭക്ഷണം ആർത്തിയോടെ കഴിച്ചു. ഭക്ഷണം കഴിച്ചപ്പോൾ യാചകന്റെ ക്ഷീണമെല്ലാം മാറി. മുഖത്ത് സന്തോഷം കളിയാടി. ശ്രീബുദ്ധനോട് നന്ദി പറഞ്ഞ് യാചകൻ അവിടെ നിന്നും നടന്നു നീങ്ങി. ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു. ഗുരു, അങ്ങെന്താണ് ആ സാധു മനുഷ്യനോട് ഒന്നും ഉപദേശിക്കാതിരുന്നത്? ശിഷ്യന്റെ ചോദ്യം കേട്ട് ശ്രീബുദ്ധൻ മന്ദഹസിച്ചു. എന്നിട്ട് പറഞ്ഞു, ആ സാധുവിന് ഇപ്പോൾ വേണ്ടത് നമ്മുടെ ഉപദേശമായിരുന്നില്ല, ആഹാരമായിരുന്നു. വിശപ്പാണ് വലുത്. വിശക്കുന്നവനോട് വേദമോതിയിട്ട് ഒരു കാര്യവുമില്ല. വിശപ്പ് തീർന്ന മനുഷ്യന്റെ മുന്നിലേ നമ്മുടെ ഉപദേശത്തിന് സ്ഥാനമുള്ളൂ. ശരിയാണ് ഗുരു, എനിക്ക് തെറ്റുപറ്റി. എനിക്കിത് പുതിയൊരു പാഠമായിരിക്കുന്നു. ശിഷ്യൻ വിനീതനായി ഗുരുവിനെ വണങ്ങി.